പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് അമേരിക്കയിലേക്ക് യുവതികളെ വിൽക്കുന്ന സംഘം സജീവം. തിരുവനന്തപുരം. കേരളത്തിലെ ദരിദ്ര പ്രദേശങ്ങളിലെ യുവതികളെ വിദേശ ജോലി എന്ന പേരിൽ വശീകരിച്ച് അമേരിക്കയിലേക്ക് കടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അന്വേഷണത്തിൽ കണ്ടെത്തിയത് സ്ത്രീകളെ മോഡലിംഗ്, നഴ്സിംഗ്, ഹോട്ടൽ ജോലികൾ തുടങ്ങിയ വ്യാജ വാഗ്ദാനങ്ങളിലൂടെ അമേരിക്കയിലേക്ക് അയച്ച് അവിടെ എത്തിച്ച ശേഷം ശരീരഭാഗങ്ങളും ആന്തരികാവയവങ്ങളും വ്യാപാരത്തിനായി ഉപയോഗിക്കുകയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പരിചയമില്ലാത്ത ആളുകളുടെ വിദേശ ജോലി വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിസ, ടിക്കറ്റ്, താമസ സൗകര്യം സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നവർക്ക് സംശയം പുലർത്തുക. ജോലിയുടെ നിയമപരമായ രേഖകൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ യാത്ര തുടങ്ങാവൂ. സംശയകരമായ വിവരങ്ങൾ ഉടൻ പോലീസ് ഹെൽപ്പ് ലൈൻ 112 അറിയിക്കുക. ജനങ്ങൾ ജാഗ്രത പാലിക്കാതെ പോകുന്നുവെങ്കിൽ കൂടുതൽ നിരപരാധികൾ കുടുങ്ങുമെന്ന് പോലീസ് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തൊരു ദുഷ്ടന്മാരാണ് അവരൊക്കെ. ഇവന്മാരൊക്കെ വെള്ളം കിട്ടാണ്ട് ചത്തുപോകും. ശോഭേ, ഇതില് മധുരട്ടില്ലല്ലോടിയേ. നിങ്ങൾക്കിപ്പോ മധുരാണ് വേണ്ടത്? ആ ന്യൂസ് കണ്ട് നിങ്ങൾക്കൊന്നും തോന്നില്ലേ? എനിക്കിപ്പോ തോന്നാനാണ്. നിങ്ങളുടെ മോള് നാളെ അമേരിക്കയിലോട്ടാ പോകുന്നത്. അതിനെ കുറിച്ച് വല്ലത് ഓർമ്മയുണ്ടോ? എന്റെ പൊന്നു ഭാര്യ, ഞാൻ എല്ലാം നോക്കിയിട്ടാണ് അവളെ പറഞ്ഞയക്കുന്നത്. അത് നല്ല ഹൈടെക് കമ്പനിയാ. പോരാണ്ട് എന്റെ അനിയൻ അവിടെ സ്റ്റേ ഒക്കെ അവൻ നോക്കിക്കോളാം അവളെ. നീ പേടിക്കാണ്ടിരി. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോ മനുഷ്യന്റെ നെഞ്ച് നേറുവാ. നീ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ ആ കൊച്ചിന്റെ മനസ്സ് മാറ്റാണ്ടിരിക്കേ. അത് എവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതിനിഷ്ടമുള്ള കാര്യമാണ് അത് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തോട്ടെ. പക്ഷെ അതും പറഞ്ഞ് ഏട്ടൻ എന്തേ ഉദ്ദേശിക്കുന്നത്? സുരക്ഷിതയില്ലാത്ത സ്ഥലത്തേക്ക് എന്റെ മോളെ പറഞ്ഞയക്കണമെന്നോ? അതാണോ ഞാൻ പറഞ്ഞത്? അവിടെ സുരക്ഷയൊക്കെ ഉണ്ടടി. അവര് ഉദ്ദേശിക്കുന്നത് ഓരോ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കില്ലേ, അവരെ കുറിച്ചാണ്. ഇത് നമ്മുടെ മോളെ എഴുതി കിട്ടിയതല്ലേ, അതുകൊണ്ട് പേടിക്കാനൊന്നും വേണ്ട. എന്നാലും ഇപ്പൊ മനസ്സിനൊരു സമാധാനില്ല ഏട്ടാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മോള് സുരക്ഷിതയാണെന്നാണ് നീ പറയുന്നത്? കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും എന്തുറപ്പാണുള്ളത് ഇവിടെ നമ്മൾ സേഫ് ആണെന്ന്? ഇവിടെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കാനിരുന്നാലേ ഇന്ത്യ പോലെ ഒരു വൃത്തിയായിട്ട് രാജ്യം വേറെ ഇല്ല. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എങ്കിലും അവള് നമ്മുടെ കൺവെട്ടത്തുണ്ടല്ലോ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? അവളോട് പോണ്ടാന്ന് പറയണോ? അവളുടെ എല്ലാം ക്യാൻസൽ ചെയ്യണോ? അതൊന്നും വേണ്ട. എപ്പോഴും അവളോട് സേഫ് ആയിട്ട് നടക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞ കേട്ടോളൂ. അത് ഞാൻ പറഞ്ഞോളാടി. ശരി, ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കട്ടെ. എന്നിട്ട് അവളെന്തേ? അവൾ ആ പിള്ളേർക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ പോയി. നാളെ അവരുടെ അരങ്ങേറ്റമല്ലേ. അതവൾക്ക് കാണാൻ പറ്റൂലല്ലേ? ആ ഒരു വിഷമം അവൾക്ക് ഉണ്ട്. അതറിയാം. അവള് പഠിപ്പിച്ച പിള്ളേര് ഡാൻസ് അല്ലേ, കാണാൻ പറ്റാത്തതിലുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ. അതെ അതെ. എങ്കിൽ പോയി പാക്ക് ചെയ്യാൻ നോക്ക്. ശരി ഏട്ടാ. ഹലോ സഹദേവ മാഷേ, എന്താ വിളിച്ചേ? എടോ ചന്ദ്ര, ഇപ്പൊ വരുന്ന ന്യൂസൊക്കെ താൻ കാണുന്നില്ലേ? എനിക്കൊരു പേടി. മോള് പഠിക്കണ സ്ഥലം അതുള്ളത് തന്നെയല്ലേ ഇവിടെ? അതെ മാഷേ, മാഷ്ക്ക് എന്താ ഇത്ര സംശയം? എന്റെ ഒരു സുഹൃത്തിന്റെ മോള് അവിടെ തന്നെയാ പഠിക്കുന്നത്. അല്ലടോ, ഒരു കുഞ്ഞേ ഉള്ളൂ. അതിനെന്തെങ്കിലും വന്നാ ഞങ്ങൾ ചങ്കൂട്ടി ചത്തുപോടാ. അതാ. ഒരു കുഴപ്പമില്ല. അവിടെ ആ കുട്ടി സുരക്ഷിതമായിട്ട് എത്തും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സഹദേവ മാഷെ, പേടിക്കാണ്ടിരി. തനിക്കത് പറയാം, താനൊരു ബാച്ചിലറാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. പിന്നെ ബാച്ചിലറാണെന്ന് പറഞ്ഞ് ഈ അച്ഛൻ മകൾ വികാരങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഞാൻ അവളെ എന്റെ മോളെ പോലെ തന്നെ കാണുന്നത്. അവളെ ഞാൻ അവിടെ എത്തിക്കുന്നത് വരെ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവൾ സുരക്ഷിതയാന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നിന്നൊന്ന് ഓർമ്മിപ്പിച്ചതാണ്, അവൾക്കൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. ഹൈ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനൊക്കെ അവിടെ ചെന്നാൽ കിട്ടും അവൾക്ക്. പേടിക്കണ്ടെന്നേ. എങ്കിൽ ശരിടോ, ഞാൻ വെക്കുവാ. ശരി സാറേ. നാളെ ഇപ്പൊ വെളുപ്പിനെ ഫ്ലൈറ്റിന് അവള് പറഞ്ഞയച്ചേക്ക്. ആയിക്കോട്ടെ. എന്തോ ഈ പോർഷൻ എനിക്ക് കിട്ടണില്ല ടീച്ചറെ. ഒന്നും കൂടി കളിച്ച് കാണിച്ചു തരോ? ഈ പെണ്ണ്. ശരി, കളിക്കാം. ശ്രദ്ധിച്ച് കാണട്ടോ. ആ ടീച്ചറെ.
കണ്ടോ, ഇങ്ങനെയാ ചെയ്യേണ്ടത്. നാളെ ഇതൊന്നും മറക്കല്ല കേട്ടോ. ഇല്ല ടീച്ചറെ, ഇനി ഞാൻ എന്തായാലും ഓർത്ത് കളിച്ചോളാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് നാളെ കൊണ്ടുപോകാനായിട്ട് കുറച്ചും കൂടി പാക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പം നല്ല കുട്ടികളായിട്ട് നമ്മുടെ താര ടീച്ചർ പറഞ്ഞിട്ട് എല്ലാവരും കളിക്കണം കേട്ടോ. നാളെ നിങ്ങളുടെ അരങ്ങേറ്റത്തിന് താര ടീച്ചർ ആയിരിക്കും. ടീച്ചർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടികളായിട്ട് കളിക്കണം. ഒരു സ്റ്റെപ്പും തെറ്റിക്കാനും പാടില്ല. ഇല്ല ടീച്ചറെ, ഞങ്ങൾ നന്നായിട്ട് കളിക്കാം. പക്ഷെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ടീച്ചർ ഇല്ല എന്നുള്ളത്. ആ വിഷമം എനിക്കുണ്ട് പിള്ളേരെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറഞ്ഞ ലെറ്റർ വന്നാൽ എനിക്ക് പോയി ജോയിൻ ചെയ്തല്ലേ പറ്റൂ. എൻ്റെ മീര ടീച്ചറെ, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ. ഈ പിള്ളേരെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് ഇവർ കളിച്ച എല്ലാ വീഡിയോയും ഞാൻ ടീച്ചർക്ക് അയച്ചു തരാം. ആ വേണം വേണം, അത് തീർച്ചയായിട്ടും എനിക്ക് അയച്ചു തരണം. എങ്കിൽ പോവാൻ നോക്ക് ടീച്ചറെ, സമയം കളയണ്ട. ആ ഞാൻ പോവാ. ശരി എന്നാ. ശരി. മീനു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ അമ്മേ, ഇപ്പൊ തന്നെ കഴിഞ്ഞുള്ളൂ. എന്താണ് അമ്മൂട്ട മുഖത്തൊരു വിഷമം? അമ്മ കുറച്ച് കാര്യങ്ങൾ പറയാം, നീ എതിർത്ത് സംസാരിക്കാതെ ഒക്കെ കേൾക്കണം. അമ്മ പറ, എന്താണ്? അറിയാത്ത സ്ഥലത്തേക്കാണ് മീനു നീ പോകുന്നത്. അവിടെയുള്ള ആരും നിന്റെ ആരുമല്ല. അവരെല്ലാവരും നിനക്ക് അപരിചിതരാണ്. നിന്റെ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാവരും. പലരും പല കാര്യങ്ങൾ പറഞ്ഞ് നിന്നായിട്ട് കൂട്ടുകൂടാൻ നോക്കും. അപ്പോഴൊക്കെ അവരിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കണം. കാരണം അവരുടെ മനസ്സിൽ എന്താ കിടക്കുന്നതെന്ന് നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. കൂടാണ്ട് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നീ കേൾക്കുന്നില്ലേ? എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയാവാം. ആരെന്ത് തരാന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ഒന്നിനും നീ ഇടപെടാൻ നിൽക്കരുത്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അമ്മൂട്ട, അമ്മയുടെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ മോള് നടക്കുള്ളൂ. അമ്മയുടെ മീനുവിനെ അമ്മയ്ക്ക് അറിയില്ലേ? ആ അത് ഞാൻ അവളോട് പറഞ്ഞതാ, എന്നിട്ടും കേൾക്കണ്ടേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കളിതമാശയായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു അമ്മയാ. അതുപോലെ തന്നെ ഞാനും ഒരു അച്ഛനല്ലേ ശോഭേ. നമ്മുടെ മോളുടെ നല്ലതിനല്ലാണ്ട് ഞാനോ നീ എന്തെങ്കിലും ചെയ്യോ? അവളും അതുപോലെ തന്നെ. അവൾക്കറിയാം എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അത്രയും വിവരവും വിദ്യാഭ്യാസം കൊടുക്കാണ്ടല്ലോ നമ്മളെ മോളെ വളർത്തിയത്. അവള് നന്നായി ജീവിച്ചിട്ട് വരട്ടേന്ന്. ഒരു വർഷം അവളവിടെ പക്കായിട്ട് ജീവിച്ചോളൂ. നീ പേടിക്കാണ്ടിരിക്കേ. അതെ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കച്ച. 25 വർഷമായിട്ട് അമ്മയുടെ മോള് ഗുഡ് ഗേൾ ആയിട്ടാണ് ജീവിക്കുന്നത്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ഇരിക്കും. നീ നല്ലതല്ലെന്നോ നിനക്ക് നിന്നെ നോക്കാൻ അറിയില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ അത് വേണ്ടാന്ന് പറയണമെന്നാ ഞാൻ പറഞ്ഞുള്ളൂ. ഓ അമ്മേ, മനസ്സിലായി. ഇനി ഇതാലോചിച്ച് മൂട് കളയല്ലേ. വാ, നമുക്ക് കുറച്ചു നേരം നമ്മുടേതായ ലോകത്തിരിക്കാം. ശരി. സൂക്ഷിച്ച് പോണേടാ. ആ അമ്മേ, ബൈ. അച്ഛാ പോണേ. സൂക്ഷിച്ചു പോയിട്ട് വാ. അവിടെ എത്തുമ്പോ വിളിക്കേ. ആ ശരി അച്ഛാ. മരുന്നൊന്നും കഴിക്കാൻ മറക്കല്ലേ. അമ്മൂട്ട, എന്റെ അച്ഛനെ നോക്കണേ. ആടി ചെല്ല്. ശരി എന്നാ, ഫ്ലൈറ്റ് എത്തിയേ. ആ ബൈ. ഹലോ സുധി. ആ ഹലോ ഏട്ടാ, അവൾ ഇറങ്ങിയോ? ആ അവള് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. നീയോ ഒന്ന് പോയിട്ട് അവൾ എത്തുമ്പോഴത്തേനും 10 മിനിറ്റ് മുന്നേ ഞാൻ എയർപോർട്ടിൽ ഉണ്ടാവേട്ടാ. ഒരു പേടിയും വേണ്ട. അവൾ എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏട്ടാ ഞാൻ വിളിക്കാം. ഓക്കെ? ശരിടാ. അപ്പൊ ഞാൻ വെക്കാണേ. ആ Sir, MK is here. tell him to come inside. Yes, sir. Madhav, you can go. Excuse me, sir. Madhav, I called you in because this case is darker than anything we have handled before. Girls from poor villages are vanishing. I know, sir. I have been tracking the reports, but no one believes it's more than just a trafficking. Exactly. But we intercepted a message yesterday. These girls aren't just being sold for flesh trade. They're being smuggled aboard for their organs. Organs? You mean they are killing them? Yes,
Ruthlessly, America is the prime destination. Underground clinics, private buyers, it's a billion-dollar racket. Monsters. How many lives already lost, sir? We don't have the full count, but in the last 3 months, at least 15 girls. Poor families are tricked, offered jobs, scholarships, even marriages. Once the girls leave, they vanished. And the local police? Some are bored, that's why I need you. You are not bothered by chains of corruption. I want you to go undercover, find the root and tear this network apart. Sir, I promise I wouldn't rest until the last girl is safe and everyone on those levels is brought down. Be careful, Madhav. This is not just a case. It's a war, and the wars demand sacrifice. I know, sir, and I will. Good morning, sir. Good morning. Guys, gather around. Tell me, sir, what is it? സോ ഗായ്സ്, ഓഫീസറുമായുള്ള സംഭാഷണത്തിന് ശേഷം ഒരു കാര്യം എനിക്ക് ഉറപ്പായി. നമ്മൾ നേരിടുന്നത് സാധാരണ ശത്രുക്കളല്ല, അവർക്ക് ശക്തിയും സ്വാധീനവും ഉണ്ട്. ഇനി നമുക്ക് അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് ബുദ്ധിയാലാണ്, ശക്തിയാൽ മാത്രമല്ല. യെസ് സർ, വി അണ്ടർസ്റ്റാൻഡ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിനി 2 ടീമായിട്ട് വേർപിരിയാം. ആദ്യത്തെ ടീം തെളിവുകൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. ഓരോ രേഖയും രഹസ്യങ്ങളും അതുപോലെ തന്നെ CCTV ഫുട്ടേജ് അങ്ങനെയെല്ലാം, ആ വീട്ടുകാരെ കുറിച്ചും ആ വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെയായിരുന്നു കുറിച്ചും പാസ്റ്റ് പ്രസന്റ് എല്ലാം. യെസ്, സർ. അതുപോലെ 2ാമത്തെ ടീം നിരീക്ഷിക്കുകയാണ് വേണ്ടത്. അവരുടെ ഇടപാടുകൾ, ഒളിവ് സ്ഥലങ്ങൾ, കൂട്ടാളികൾ ഒന്നും വിട്ടുപോകരുത്. ഓക്കെ സർ, വി അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഒന്ന് മാത്രം ഓർമ്മിക്കുക, ഈ പദ്ധതി പുറത്തേക്ക് ചോർന്നാൽ നമ്മുടെ പോരാട്ടം അവസാനിക്കും. ആയതിനാൽ നമ്മൾ എല്ലാവരും ഒന്നായി തന്നെ നിൽക്കണം, കേട്ടോ? ഓക്കെ, സർ. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വർക്ക്. മോളെ ഇവിടെ. ഹാ പാപ്പ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ക്ഷീണിച്ചോ? അയ്യോ, കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് ശരീരമൊക്കെ വേദന എടുക്കുന്നു. കുറെ ഇരുന്ന് ശീലില്ലാത്തോണ്ടാ. വേഗം വാ, വീട്ടിൽ പോയിന്ന് റെസ്റ്റ് എടുക്കാം. അല്ല, അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക് ഇവിടെ എത്തിന്ന്. എന്റെ കയ്യിൽ സുരക്ഷിതയാണെന്നും പറഞ്ഞു. ശരി പാപ്പ. രാധേ, കുട്ടി വന്നു. മീനുട്ടി വാ വാ. മേമേ, മോൾക്ക് സുഖല്ലേ? സുഖം. അയ്യോ, എന്ത് സുന്ദരി കുട്ടിയായിരിക്കുന്നേ. വീഡിയോ കോൾ ചെയ്യുമ്പോ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട്. ഒന്ന് പോ മേമേ, എന്നെക്കാട്ട് സുന്ദരി മേമയാ, സത്യം. പോടി അവിടെ നിന്ന് കള്ളി. ചന്തു എന്തേ? ചന്തു ജോലിക്ക് പോയേക്കാ, രാത്രി എത്തുള്ളൂ. ആഹാ, എന്നാ മോള് പോയിക്കോ. മോളില് 2ാമത്തെ മുറിയാ മോൾക്ക് വേണ്ടി വെച്ചേക്കുന്നേ. അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മോളൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പൊ ഇതിന് മോൾക്ക് ഫുഡും കൊണ്ട് മേമ വരാം. ഓ ആയിക്കോട്ടെ മേമേ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഏട്ടാ, ദേ ആ ബാഗൊക്കെ കൊണ്ട് വെച്ചു കൊടുത്ത കൊച്ചിന്. വെക്കുക. മീനുട്ടി നല്ല സുന്ദരി മോളായില്ലേ? ഞാനത് ഓർക്കാണ്ടില്ല. അവളുടെ അമ്മയുടെ ഭംഗിയ കിട്ടിയേക്കുന്നേ. അതെ, നിങ്ങളുടെ ചേട്ടന്റെ മോളല്ലായിരുന്നു അവളെങ്കിൽ ഞാൻ എന്റെ ചന്തുവിന് വേണ്ടി ആലോചനയായിരുന്നു. പിന്നെ ചന്ദനം കേട്ട് 2 വയസ്സ് മൂത്തതാണ് അവള്. അതിനിപ്പോ എന്താ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ? ഓ, എങ്കിലും അവൾക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ വേറൊക്കെ. അല്ല, അല്ലെങ്കിൽ നമ്മുടെ മനുവിന് വേണ്ടി ആലോചിച്ചാലോ? അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തേ? മനു ആരാന്ന് വെച്ചാൽ നീ എന്തു പറയും? അവനെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വരും. അതുവരെ കാത്തിരിക്കേ. നമ്മുടെ മീനുവിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ തൽക്കാലം മോളിൽ പോയി ഭക്ഷണം ഉണ്ടാക്കിയേ. ഞാൻ പോണം. അച്ഛാ, അമ്മ. അയ്യോ അമ്മേ, ഞാൻ പേടിച്ചു പോയേ. പോട പട്ടി. അയ്യോ മാക്രി, നീയ എപ്പ ലാൻഡായി? അച്ഛൻ പറഞ്ഞായിരുന്നു കൊണ്ടുവരാൻ പോണെന്ന്. ഞാൻ രാവിലെ തന്നെ ലാൻഡായി. നീ എവിടെ പോയിക്കായിരുന്നു? ഓ, നിന്നെപ്പോലെ ഞാൻ വെറുതെ കുത്തിരിക്കില്ല. എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്തെ വന്ന് കയറാൻ പറ്റൂ. അയ്യട മനമേ, ഞാനിപ്പോ ജോലിക്ക് തന്നെയാട്ടാ വന്നിക്കുന്നേ. ഓ, വലിയ കാര്യമായി പോയി. നീ പോട മരപ്പട്ടി. നീ പോയി മാക്രി. ഡേ 2 വന്ന് തുടങ്ങി. പണ്ട് മുതലേ തന്നെയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴും വീഡിയോ കോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തീറി വരുന്ന പിള്ളേര്. ഇപ്പൊ ഇവിടെ മതി, നിർത്തിക്കോ. വന്ന് ഫുഡ് കഴിക്കാൻ രണ്ടും. ഓക്കെ സാർ. യെസ് ബോസ്. മേമേ, ഞാൻ അച്ഛനും അമ്മനെ വിളിച്ചിട്ട് വരാട്ടോ. മോളെ, ഞങ്ങൾ ലിവിംഗ് റൂമിൽ TV കാണുന്നുണ്ടാവും. ശരി. ഹലോ അച്ഛ, അമ്മ. മോളെ, എവിടെ നിനക്ക് സുഖല്ലേ? ഇവിടെ വന്നപ്പോ തന്നെ മേമയും പാപ്പനും ഒക്കെ എന്നെ സ്നേഹിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ. അതെങ്ങനെ വരൂ? എന്റെ അനിയനാ നിന്റെ പെണ്ണല്ലേ? ചന്ത എന്ന് പറയുന്നടി. ചന്ത ഇവിടെ ഉണ്ട്. അവൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പതാ ഫോൺ പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ ചന്തുന് ലീവ് ഉള്ള ദിവസം നീ അവിടെ ഒന്ന് ചുറ്റിക്കാണാം. ഒരാഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്താ പോരാ അവിടെ. അമ്മ, ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ കൊണ്ടാന്നൊക്കെ പറഞ്ഞു. ശരി അമ്മ, ഞാൻ അന്ന് നാളെ വിളിക്കാട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരപ്പത്?
അമ്മ ഡോർബെല്ല് നാളെ ശരിയാക്കാം പറട്ടോ. ആരാ? ഞാൻ ആ നീ വന്നോ മനു? കയറി വാ മോളെ. അത് മനു, ഞങ്ങളുടെ മോനാ. മേമേ മോനോ? അപ്പോ ചന്തു? കൂടുതൽ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. ഇവർ രണ്ടിനും ദത്തെടുത്ത മോൻ, അത്രേ ഉള്ളൂ. മോളൊന്നും വിചാരിക്കരുത്. ഞാൻ മോളുടെ അച്ഛനോടും അമ്മനോടൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു മാള് കാണാൻ പോയിരുന്നു. അവിടെ ഏതൊരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയതാ. അവൻ മലയാളിയാന്ന് അവൻ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇവനെയും കൂട്ടി പോന്നു. അത് കഴിഞ്ഞിട്ട് ചന്തു ഉണ്ടായത്. പിന്നെ ആരോടൊന്നും പറയാൻ നിന്നില്ല. മനുവിനെ ഞങ്ങൾ സ്വന്തം മോനായിട്ട് വളർത്തുന്നത്. പക്ഷെ അവൻ അറിയാം അവൻ അഡോപ്റ്റഡ് ആണെന്ന്. എങ്കിലും ഞങ്ങൾ എല്ലാവരോടും അവൻ ഞങ്ങളുടെ മോനാന്ന് പറഞ്ഞ് നടക്കുന്നത്. മോളും അങ്ങനെ തന്നെ കണ്ടാൽ മതി അവനെ. അതെന്താ അമ്മയമ്മേ അച്ഛനോടും അമ്മയോടും ഇതിനെക്കുറിച്ച് പറയാണ്ടിരുന്നത്? അത് പിന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിലൊരു കുഞ്ഞുണ്ടായി. അത് ഇത്ര വലിയ കുഞ്ഞാന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഇവനിങ്ങനെ കിട്ടിയതാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടനും ഏട്ടത്തെയും സമ്മതിച്ചില്ലെന്ന് വരും. അതുകൊണ്ടാ. സാരില്ല മേമേ, എനിക്ക് മനസ്സിലാവും. എന്നാ മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവന് ഫുഡ് എടുത്ത് കൊടുക്കാനുണ്ടേ. ആ ശരി മേമേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ കഴിച്ചോ? ആ അതെ ഏട്ടാ. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. വെറുതെ അത് വലിച്ചു നീട്ടി ഈ സിറ്റുവേഷൻ കോളാക്കാൻ നിൽക്കണ്ട. പോയി അവിടെ ഇരുന്നേ. എന്താണ് എൻ്റെ രാതുമോളെ? ഒന്നുമില്ല, നീ കഴിക്ക്. അല്ല ചന്തു എന്തേ? അവൻ അവിടെ ഫോൺ വിളിച്ചിരിപ്പുണ്ട്. വീട്ടിൽ വന്നാലും ഇവന് വർക്ക് തന്നെയാ. വീട്ടുകാരോട് സംസാരിച്ചിരിക്കാൻ അവന് ഒരു നേരമില്ല. അത് പറഞ്ഞാ മനസ്സിലാവണ്ടേ? ആങ്ങളെനെ കണ്ട് പഠിക്കാൻ പറഞ്ഞാ അവന് പറ്റൂല. പിന്നെ എന്നെ കണ്ട് ആരും പഠിക്കാനൊന്നും വരണ്ട. അവന് ഇഷ്ടമുള്ള പോലെ അവൻ നിന്നോട്ടെ. പക്ഷേ വീട്ടിലുള്ള സമയത്ത് ആ ഫോൺ എടുത്ത് വെക്കാൻ പറ. അയ്യോ, രണ്ടുപേരെ എന്നെ കുറ്റം പറയണ്ട. ഞാൻ ഫോൺ എടുത്ത് വെച്ച്. ഓ വെച്ചാ തമ്പുരാൻ. ആ വെച്ചെന്ന്. എടാ, ഞാൻ നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ പൊന്നേട്ടാ. എനിക്കറിയാം, എല്ലാം അറിയാം. പക്ഷെ പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ അത് എടുക്കേണ്ടി വന്നു, അതുകൊണ്ടാ. സാരില്ല, ബാ സംസാരിക്കേ. എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലൊക്കെ? എന്താ? സോറി. എന്തിന്? അല്ല, ഞാൻ നേരത്തെ അവിടെ ഒരു awkward ഫീൽ ഉണ്ടാക്കിയല്ലോ, അതിന്. ഹേയ്, ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. തനിക്കറിയാത്തോണ്ടല്ലേ. ഇറ്റ്സ് ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എക്സ്ക്യൂസ് മീ. ഹാ? യു ആർ സോ ബ്യൂട്ടിഫുൾ. ഹാ? കാണാൻ നല്ല ഭംഗിയുണ്ടത്. താങ്ക് യു. ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം ഫ്ലർട്ടിംഗ് വിത്ത് യു. ഞാൻ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തതാ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് വൈ. യാ ഓക്കെ. ബൈ. അയ്യേ, ഞാനെന്തിനിങ്ങനെ ബ്ലഷ് അടിക്കുന്നേ? ഓഫ്, കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണെ. ഷീസ് ബ്ലഷിംഗ് ഹാർഡ്. നേരത്തെ ആണല്ലോ. ഇതെന്ത് പറ്റി? ഇല്ല, ഞാൻ വീട്ടിൽ നേരത്തെ എണീക്കാറ്. ആഹാ, നല്ല കാര്യം. നിനക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഒന്ന് കുറച്ചും കൂടി നേരം കിടക്കായിരുന്നില്ലേ? അയ്യോ, അതെനിക്ക് പറ്റില്ല മേമേ. ഞാൻ കറക്റ്റ് സമയമാകുമ്പോൾ അങ്ങനെ എനിക്ക് പോകും. അല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ടല്ല. സാരില്ല. എന്താ മേമ ഉണ്ടാക്കുന്നേ? ഞാനിവിടെ പാൻ കേക്ക്. എന്തേ? ഞാനും സഹായിക്കട്ടെ? അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. പോയി അവിടെ ഇരുന്നേ. എന്തുവാണ് മേമ, എനിക്കും പഠിക്കണം. ശരി, വെറുതെ ഇവിടെ നോക്കി നിന്നാ മതി. ആയിക്കോട്ടെ, നെക്സ്റ്റ് ഡേ തൊട്ട് എന്നെ ചെയ്യിപ്പിക്കണേ. ആ, അത് ഞാൻ ആലോചിക്കാം. പിന്നെ മേമേ, ഈ മറ്റേ ചന്തുവിന്റെ ചേട്ടൻ, പുള്ളിയുടെ പേരെന്താ? മാധവ്.
ഓ, മനുന്ന് ഞങ്ങൾ വിളിക്കും. അപ്പൊ നീയും മനുന്ന് വിളിച്ചോ. എത്ര വയസ്സുണ്ട്? അവൻ 28 ഉണ്ട്. ആ, അപ്പൊ എനിക്ക് ചേട്ടനാണല്ലേ. പുള്ളി എന്താ ചെയ്യുന്നേ? നമ്മുടെ ചന്തുവിനെ പോലെ വല്ല CEO ആണോ? ഹേയ്, അവനതൊന്നും പറ്റൂല. പിന്നെ? അവൻ FBI-യുടെ സ്പെഷ്യൽ ഏജന്റ് ആണ്. ഈ CID ഒക്കെ പോലെ. ആഹാ, ശരിക്കും? ആ, ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് മനുട്ടാ. വാ ഇരിക്കി, ഫുഡ് തരാം. ആ ആ ഇയാളെ നീറ്റോ? ഇത് നേരത്തെയാണല്ലോ. ഞാൻ പറഞ്ഞതാന്നേ, ആ കുട്ടി നാട്ടിൽ അങ്ങനെ തന്നെയാണെന്ന്. അതുകൊണ്ട് ഈ നേരത്തെ തന്നെ ഏച്ചു പോന്നു. നല്ല കാര്യം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സമയത്ത് എനിക്കുന്നത് നല്ലതാ. എന്നാ കഴിക്ക്. ഇല്ല, താൻ കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കല്ലേ. വാടൂ, ഒരു കമ്പനിതാ. ആ, അത് ചെല്ലു മീനുട്ടി, അവൻ വിളിച്ചതല്ലേ. ശരി. ഇയാൾ എന്താ ചെയ്യുന്നേ? നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോവാ. ഓ, അപ്പൊ നാട്ടിലെ നേഴ്സ് തന്നെയായിരുന്നോ? തനിക്ക് എത്ര ഏജ് ഉണ്ട്? എനിക്ക് 25. ഓ, ചന്തുവിനെക്കാട്ട് മൂത്തതാണല്ലേ? അതെ. ഓക്കെ, ശരിയെങ്കിൽ പിന്നെ കാണടോ. ബൈ. ബൈ. മോളെ മീനുട്ടി, പാപ്പനും മേമയും ചന്തുവും കൂടി ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാം. നല്ല രീതിക്ക് ലേറ്റ് ആവും. നീ വാതിലൊക്കെ അടച്ചിരുന്നു. ആരും ഇങ്ങോട്ട് കയറി വരാൻ പോണില്ല. ആകെ മനു മാത്രം ഇവിടെ എത്തുള്ളൂ. മനു എത്തിയ ഈ വെള്ളം കൊടുക്കുക, ഈ ഫുഡ് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. എന്നിട്ട് മോള് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ശരി മാമേ. എങ്കിൽ പിന്നെ ഞങ്ങൾ പോവാണ്. സേഫ് ആയിട്ട് ഇരിക്കണം. ആ, ശരി. എങ്കിൽ പിന്നെ ബൈ. ബൈ. മകാജി പോണ്. ആടെ വരപ്പട്ടി. മനുവേട്ടൻ വന്നു എന്നാ തോന്നുന്നേ. അഗൈൻ യു? പിന്നെ ഞാൻ മാത്രല്ലേ ഇവിടെ ഉള്ളൂ. അവരെങ്ങോട്ട് പോയി? അപ്പോ ഏട്ടനോട് പറഞ്ഞില്ലേ? ഇല്ല. അവരേതോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോണെന്ന് പറഞ്ഞു. ഓ, അത് മിനിഞ്ഞാന്നമ്മ പറഞ്ഞത്. ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പൊ അവരെവിടെ ഇല്ലല്ലേ? ഇല്ല. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ആ വന്നോ, എന്നാ കഴിക്കി. ഇതോ, എന്റെ വിശപ്പൊക്കെ പോയി. ഇഷ്ടമല്ല ഇതൊന്നും. എന്റെ പൊന്നമീര, ഇത് തിന്ന് മടുത്തിരിക്കാണ്. വല്ലപ്പോഴൊക്കെ കേരളത്തിലേക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഫുഡ് എപ്പോഴും ട്രൈ ചെയ്യാറ്. എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ ഒരു പ്രാവശ്യങ്ങളും കേരളത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്ന്. അപ്പൊ മേമ ഒന്നും ഉണ്ടാക്കി തരാറില്ലേ? അമ്മയ്ക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ രാവിലെ തന്നെ പോകുന്ന കാരണേ. ഇവിടെ റവ ഇരിപ്പുണ്ട്, ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടെ? ഉണ്ടാക്കി തരോ? പിന്നെന്താ. എന്നാ പിന്നെ ഉണ്ടാക്കിത്താ. ഞാനും കൂടെ കൂടട്ടെ? ഓ, കൂടിക്കോ. ദേ, ഈ കഷ്ണങ്ങളൊക്കെ നരിഞ്ഞു തന്നാ മതി. സെറ്റ്. എന്നാ കഴിക്ക്. ഓക്കെ ഓക്കെ. താങ്ക് യു മീര, ഐ ലവ്ഡ് ഇറ്റ്. യു ആർ വെൽക്കം. പിന്നെ തന്നോടൊരു കാര്യം, താൻ ഈ ഏട്ടാന്നുള്ള വിളി നിർത്തിക്കോ. വേണമെങ്കിൽ മനുവെന്നോ മാധവെന്നോ ഏതെങ്കിലും ഒരെണ്ണം വിളിക്കേ. അല്ല, പ്രായത്തിന് മൂത്താളെ ഏട്ടൻ എന്നാണല്ലോ വിളിക്കേണ്ടത്. അതങ്ങ് കേരളത്തില്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നീ പേര് വിളിച്ചാ മതി. ശരി. എങ്കിൽ പിന്നെ ഗുഡ് നൈറ്റ്. കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അമ്മ, ഞാനെന്നാ പോവാണേ. ആടാ. അയ്യോ, അവന്റെ ഫോം മറന്നു വെച്ചു. എന്നാ ഞാനത് കൊണ്ട് കൊടുത്തിട്ട് വരാം മേമേ. വേഗം ചെല്ല്. മനു. പെണ്ണെ സൂക്ഷിച്ച്. എന്താ? ഫോൺ എടുക്കാൻ മറന്നു. അത് തരാൻ വന്നതാ. ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചത്തുപോയനായിരുന്നു. താങ്ക് യു. ശരിയെങ്കിൽ തായോ. എന്നാ ബൈ. ബൈ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ ഇൻഫോർമേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ഒരുപാട് സ്പ്രെഡ് ആയതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം എല്ലാം കാമാണ്. ഈ തീ അണയുന്നത് വരെ 1 വർഷത്തേക്ക് അവർ ക്വൈറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക.
കാരണം അവർക്കിപ്പോൾ വേണ്ടത് എല്ലാവരിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഈ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനു മുമ്പ് നഷ്ടമായ 50 പെൺകുട്ടികളിൽ 15 പേരാണ് മരിച്ചത്. ബാക്കിയുള്ള പേരെ നമ്മൾ കണ്ടുപിടിക്കണം. അവരെവിടെയാണ്, എന്ത് ചെയ്യുന്നു, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. റിപ്പോർട്ട് പ്രകാരം അവർ സ്റ്റിൽ മിസ്സിംഗ് ആണ്. എവിടെയും അവരെക്കുറിച്ച് ഒരു അറിവും കിട്ടിയിട്ടില്ല. ഇവിടെ തന്നെയാണ് എത്തിയിരിക്കുന്നതും. സോ ഈ ഒരു മാസം നമ്മൾ തീർച്ചയായിട്ടും അവരെവിടെയാന്ന് കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ അവന്മാരെ പൂട്ടുകയും വേണം. ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള ഒരു പഴുതും നമ്മൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കരുത്. യെസ് സാർ, വി അണ്ടർസ്റ്റാൻഡ്. സോ സ്റ്റിൽ സെർച്ചിങ്. എന്താ മീനുട്ടി, ബോറടിക്കുന്നുണ്ടോ? പിന്നെ അല്ലാണ്ട് മേമേ. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ 3 പേരും ജോലിക്ക്, ഞാനിവിടെ ഒറ്റയ്ക്ക. പിന്നെ ആകെയുള്ള സമാധാനം അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയാ. അവർ മലയാളികളാ. ഞാൻ അവരോട് പോയി സംസാരിക്കും. നീ വരുന്നുണ്ടോ അങ്ങോട്ട്? ഞാനില്ല, മേമ പോയിട്ട് വാ. ശരിയെങ്കിൽ ഇവിടെ ഇരിക്കട്ടോ. മനു നേരത്തെയാണല്ലോ. ഇന്ന് നേരത്തെ ഇറങ്ങാന്ന് കരുതി. അല്ല, താൻ ഇവിടുത്തെ സെക്യൂരിറ്റി പണി തുടങ്ങിയോ? സെക്യൂരിറ്റി പണിയോ? ഞാൻ എപ്പോ വരുമ്പോഴും തുറന്നു തരാൻ താനായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ എന്തേ? പോടത്, മേമ അപ്പുറത്തെ വീട്ടിൽ പോയി. പിന്നെ ബാക്കി 2 പേരും കുറച്ച് നേരമാവില്ലേ വരാൻ? ഓ ഐ സി, ഞാനത് മറന്നുപോയി. എങ്കിൽ താൻ ചെല്ല്, ഫ്രഷ് ആയിട്ട് വാ. ഞാൻ തനിക്കൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നതാ? അതൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ കുളിച്ചേച്ചും വാ. ഓക്കെ ഓക്കെ. വാ, ഇരിക്കി, എന്നാ കഴിക്കി. ഓ മൈ ഗോഡ്, പൊട്ടും കടലയും. വൗ, താങ്ക് യു മുത്തേ. I'm really sorry. ഇറ്റ്സ് ഓക്കെ. അതെ, ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്താ ചോദിക്കേ? ചന്തുവിന് ലീവാണെങ്കിൽ അവൻ്റെ കൂടെ പുറത്തൊക്കെ പോയി സ്ഥലമൊക്കെ കാണാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അവനാണെങ്കിൽ ലീവും കിട്ടുന്നില്ല. ഇതിനാൽ ഇപ്പോൾ മനു ഇപ്പോൾ ഇവിടെ ഫ്രീ അല്ലേ? അപ്പോൾ എന്നൊന്ന് പുറത്തൊക്കെ ഒന്ന് കാണിച്ചു തരോ? അതിനെന്താ, താൻ പോ, റെഡി ആയിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാനിതൊന്ന് തീർക്കട്ടെ. ശരി. हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भरती हो जो है सपना कल हो न हो, नील नदी मन पाती മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, മനഞ്ഞോടിയ കുടക്കീഴിൽ നീ വന്നതാ, चाहे जो तुम्हें अपने दिल से मिलता है वो मुश्किल से. മീനുട്ടി, പാപ്പ. ഇന്നല്ലേ ജോയിൻ ചെയ്യുന്ന ദിവസം? അതെ. ഞാൻ കൊണ്ടുവന്നാക്കാട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ മോൾക്ക് കാണിച്ചു തന്നിട്ട് പാപ്പം പോരുന്നുള്ളൂ. ശരി പാപ്പ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. പൊളിയായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വാ. അപ്പൊ മക്കാച്ചി, ഓൾ ദ ബെസ്റ്റ്. ഓ, താങ്ക് യു മരപ്പട്ടി. എൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വാ കേട്ടോ. ശരി മാമ. അപ്പൊ മോളെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലായില്ലേ? ഇനി അവരൊക്കെ പോയി പരിചയപ്പെട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ, കേട്ടോ? ശരി പാപ്പ. ബൈ. ബൈ ഡാ. New join, right? Yes. I'm Dr. Karthik. I am Meera. Nice to meet you, Meera. Nice to meet you too, doctor. Hey, no, don't call me like that. You can call me Karthik. Oh, okay, doctor. I mean Karthik. By the way, തനിക്ക് ഈ പ്ലേസ് ഒക്കെ മനസ്സിലായോ? കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളത്. അത് ഞാൻ ശരിയാക്കി തരാം. വിത്തിൻ 1 week തനിക്ക് ഈ സ്ഥലമൊക്കെ കാണാപ്പാടാക്കി തരാം. ഓ, താങ്ക് യു കാർത്തിക്. യു വെൽക്കം. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. യുനോ മനു, ഞാനിന്നൊരു പുതിയ ഡോക്ടറിനെ പരിചയപ്പെട്ടു. പേര് കാർത്തിക്. പുള്ളി വൻ വൈബാണ്. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കാണുന്നവരെല്ലാരും വിശ്വസിക്കാൻ നിൽക്കണ്ട. ആരെന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ? അല്ല, എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണെന്ന്. അങ്ങനെ അധികം വിശ്വസിക്കാൻ നിൽക്കണ്ടാന്ന്. മലയാളി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല.
ശരി, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. ബൈ. ആ ബൈ. ഡിഡ് ഐ ഗെറ്റ് ജലസ്? എന്തിനു എനിക്ക് അവളോട്? ശേ, പരസ്പരം ഇനി മുതൽ നമുക്ക് സ്വന്തം. കുറുമൊഴിയേ നിൻ മീനതന്യ പുലരി നിലാവിൻ മായാദീപം സുഖതരമാമി പ്രണയ സുഗന്ധം കൈമാറും നേരം നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ. നിറങ്ങൾ നീരാടും കനവായിരം നെയ്തു ഞാൻ. നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുടി മീട്ടും പെണ്ണെ കൊഞ്ചി വന്നടയുമി തിന്നലിൻ മുന്നിലായി നാടം കുടങ്ങുന്ന പൊന്നെ. ഡിഡ് യു ജസ്റ്റ് ഷട്ട് അപ്പ്? മനു, അല്ല, നമ്മുടെ കോൺവെർസേഷനിൽ എന്തിനാണ് ഈ കാർത്തിക് എപ്പോഴും വരുന്നത്? അത് പിന്നെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് വരുന്നതാ. എന്നാൽ നമുക്കിടയിൽ അവൻ വരണ്ട. നിനക്ക് അവനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അമ്മനോടോ ചന്തുവിനോടോ പാപ്പനോടോ എവിടെയെങ്കിലും പോയി പറ. എന്നോട് പറയാൻ നിൽക്കണ്ട. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. മനുവിന് പെട്ടെന്ന് എന്താ പറ്റിയത്? അതിന് ഞാനെന്തിനാ കരയുന്നത്? ഓ, നീരെ കൺട്രോൾ. ഷേ, ഞാനിപ്പോൾ എന്തിനാ അവളോട് ചൂടായത്? ഓ മനു, പോയിട്ടൊരു സോറി പറഞ്ഞിട്ട് വരാം. മീര, എന്താണ്? സോറി. എനിക്ക് തന്നെ സോറി ഒന്നും വേണ്ട. ഷെടാ, എടോ സോറി. അവളുടെ മുഖം വീർപ്പിച്ചപ്പോൾ സമാധാനായി. ബാ, ഇനി ഓഫീസിൽ പോവാ. ഹലോ മേമേ, പറ. ആ മോളെ, പാപ്പന് പനി കാരണം ബെഡ് റെസ്റ്റ് ഇവിടെ പറഞ്ഞേക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോൾ അവിടെ നിൽക്കില്ലേ? ചന്തു മനു ഉണ്ടാവും. ആ സാരില്ല മേമേ, ഞാൻ അവിടെ നിന്നോളാം. ശരിയേ? ശരി. ഹലോ മക്രേ. എന്താണ് മരപ്പാട്ടി? എടി, ഞാനെന്ന് വരില്ലേ? നാളെ വരുള്ളൂ. എന്താണ്? ഫ്രണ്ട്സായിട്ടൊരു പാർട്ടി. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടൊക്കെ വരാം. ഇടയ്ക്കൊക്കെ കിട്ടുന്ന ചാൻസാണ്. അച്ഛനമ്മയില്ലാത്തന്നെ ഞാൻ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഞാനിത് പറഞ്ഞു കൊടുക്കും. എടി പ്ലീസ് ഡി പറയല്ലോ ഡി. എന്നാ എനിക്ക് എന്ത് തരും? നീ എന്തു ചോദിച്ചോ ഞാൻ തരാം. ഉറപ്പാണേ? ആ, എന്നാ പിന്നെ അവിടെ ഏറ്റവും വില കൂടിയ മിഠായി വാങ്ങിച്ചോണ്ടിരണം. ഓ പിന്നെന്താ, കൊണ്ടുവരാലോ. ശരിയെങ്കിൽ ശരി കേട്ടോ. സേഫ് ആയിട്ടിരിക്കേ. ബാലൊക്കെ ഇടയ്ക്ക്. ആടെ പോട്ടാ. ബൈ. ബൈ ഡേ. അപ്പൊ മനു ഞാനും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. വന്നല്ലോ. മനു, ഇതെന്താ പറ്റിയത്? ഒന്നുമില്ല, നീ ഒന്ന് മാറി. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്താ പറ്റിയത്? അത് ഫൈറ്റിനിടയിൽ സംഭവിച്ചതാ. നീ അങ്ങോട്ട് മാറിയേക്ക്. ഞാൻ എങ്ങോട്ട് മാറാൻ പോകുന്നില്ല. നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലേ? അതെന്തിനാണ് ഡോക്ടറൊക്കെ കണ്ടിട്ട് വെറുതെ? ഇത് ഇപ്പൊ മരുന്ന് വെച്ച് കെട്ടാന്നല്ലേ ഉള്ളൂ. എന്നിവിടെ വന്നിരിക്കും, ഞാൻ കെട്ടിത്തരാം. അതിന്റെ ആവശ്യമില്ല. ദേ, വാശി പിടിച്ചാലുണ്ടല്ലോ ഒറ്റ അടി വെച്ച് തരാം ഞാൻ. എന്റെ പൊന്നുമോളെ, ഞാൻ വാശി പിടിക്കുന്നില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്. എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. സോറി. നോ, അത് ഇപ്പോൾ ചെയ്തത് കണ്ടിന്യൂ ചെയ്യാം. Are you sure? I need you. Really? Yes.
മീര, ഐ ലവ് യു. ഹാ ഇഷ്ടമാണടി. എങ്ങനെ, എപ്പോ, എന്തുകൊണ്ട് ഇതൊന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതെന്താ വിശ്വസിച്ചാല്? ഒരു പെണ്ണും തൻ്റെ ശരീരം മനഃപൂർവ്വം ഇഷ്ടപ്പെടാത്ത ആൾക്ക് കൊടുക്കില്ല. ഓക്കെ? എന്നാ പിന്നെ ഞാൻ പറഞ്ഞത് തിരിച്ചു പറ. ഐ ലവ് യു ടു. മീര, ഈ മരുന്നുകളൊക്കെ തീർന്നു. താനൊന്നും അത് പോയി എടുത്തുകൊണ്ട് വരോ? ആ സിസ്റ്റർ. ഈ മയക്കുമരുന്നുകളെല്ലാം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തിക്കണം. സാറ് നമ്മളോട് ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, കേട്ടല്ലോ. അപ്പോൾ ഈ ബോക്സിൽ എടുക്കുന്ന മരുന്നുകളോ സാറേ? അത് വേറെ ടീമിന് കൊടുക്കാനുള്ളതാ. നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ സാറേ. മയക്കുമരുന്നോ? ഈശ്വര, ഇത് വീഡിയോ എടുത്ത് വെക്കാം. മനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി പറ. ഇത് നോക്കിയേക്കേ, എൻ്റെ ഹോസ്പിറ്റലിൽ നടക്കുന്ന മയക്കുമരുന്ന് കടത്തലാണ്. വാവ്, താങ്ക് യു മീര. ഇവന്മാരൊക്കെ അഡ്ഡപൂടലെ ഞാൻ പൂട്ടിക്കും, പേടിക്കേണ്ട. താങ്ക് യു മനു. നോ, താങ്ക്സ് ടു യു. നീ ഇത് എടുത്തില്ലായിരുന്നെങ്കിലോ ഒരിക്കലും ഇവന്മാർ ഈ കള്ളത്തരൊന്നും ആരും കണ്ടുപിടിക്കില്ലായിരുന്നു. ഞാൻ ഇത് പോയിട്ട് അറിയിച്ചിട്ട് തരാം. ശരി മനു. എന്തായി? അവന്മാരൊക്കെ പൊക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ലീഡർ ആരാന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര ചോദിച്ചിട്ടും അവന്മാർ പറയുന്നുമില്ല. തിന്ന ചോറിന് നന്ദി കാണിക്കുന്നവരാണ്. അവന്റെ ലീഡറെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് മനു ഞാൻ തരാട്ടോ. നീ അധികം റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. അതിന് ഞങ്ങളുണ്ട്. ഇപ്പൊ തൽക്കാലം മോള് ആ ഹോസ്പിറ്റലിലെ പണി ചെയ്യും. ഓ, ഞാൻ ഹോസ്പിറ്റലിൽ പണി തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ഇവിടെ വന്നേ. ഞാനൊന്നും കണ്ടില്ല. അവരെയൊക്കെ ഇവിടെ ഇരിക്കൂ. ദേ, പാപ്പനും മേമ്മയൊന്നും വരൂട്ടോ. വെറുതെ ഓരോ പണി ഉണ്ടാക്കിയേക്കണ്ട. ഹേയ്, അവരറിഞ്ഞൂട്ടപ്പ. അതെന്തായാലും അറിയാനുള്ളതല്ലേ. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മനോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അതെന്താണ് അങ്ങനെ? ആദ്യം എൻ്റെ അച്ഛനും അമ്മ പറഞ്ഞിട്ട് അവരറിഞ്ഞാൽ മതി. ശരിയെങ്കിൽ ശരി. എന്നൊരു ഉമ്മെങ്കിലും എന്താ? അയ്യടാ, ഇന്നലെ ചെയ്തു കൂട്ടിന് എനിക്ക് മരിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് കിസ് ഞാൻ തരില്ല. നീ ഇവിടെ വന്നൊന്നിരുന്നേ. എന്താണ് മനുഷ്യ? ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ സ്വന്തമായി എനിക്ക് ഈ ലോകത്തൊന്നുമില്ല. ഒന്നും. ഈവൻ എൻ്റെ അച്ഛനമ്മേനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സ്പൈ ആയിട്ടൊക്കെ ഏജന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തത്. ഞാൻ എവിടെ ജനിച്ചു, ഞാൻ ആരുടെ മക്കളാന്നൊക്കെ കണ്ടുപിടിക്കാൻ. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോയി. കാരണം ഞാൻ അവരെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? കുറെ അവരോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും. അതൊക്കെ തന്നെയല്ല ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ അവരെ കൊന്നളയാൻ പോകുന്നില്ല. പക്ഷേ അപ്പോഴെൻ്റെ മനസ്സിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും മണ്ണിലില്ല. പക്ഷേ ദ ഡേ ഞാൻ നിന്നെ സ്വന്തമാക്കിയ ആ ദിവസം, അന്ന് എനിക്ക് ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് നീയാ. നീ മാത്രം, എൻ്റെ മാത്രം എന്ന് പറയാൻ നീയേ ഉള്ളൂ. സോ ആ നിന്നെ ഞാൻ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ ഈ കണ്ണിന് ഒരു തുള്ളി കണ്ണീര് വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇറ്റ്സ് മൈ പ്രോമിസ്. മീര, അനുവേട്ട, സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ ചൂസ് ചെയ്തത് ഒരു ബെറ്റർ പേഴ്സണെയാണ്. യു ആർ മൈ ബെറ്റർ ഹാഫ്. താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു മോർ ബേബി. എന്ത് പറ്റി കാർത്തിക്? ഇല്ലടോ, താൻ അറിഞ്ഞല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ മയക്കുമരുന്നിൻ്റെ ഒക്കെ പ്രശ്നമായി. അത് ഞാൻ ഇന്ന് അറിഞ്ഞത്. ഐ വാസ് ടോട്ടലി സർപ്രൈസ്. ഞാനിങ്ങനെയൊന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കണമെന്ന് വിചാരിച്ചത് പോലുമില്ല. സെയിം. ഞാനും വിചാരിച്ചിരുന്നില്ല. പക്ഷെ യുനോ കാർത്തിക്, ഒരു ദിവസം മരുന്നെടുക്കാൻ വേണ്ടി ഞാൻ പോയ ദിവസം ഇവർ ഈ കച്ചവടം നടത്തുന്നത് കണ്ടത്. ഞാൻ ഓൺ ദ സ്പോട്ട് വീഡിയോ എടുത്തു. അത് നേരെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവന്മാരെ പിടിച്ചു. ഇല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നമായനായിരുന്നു. അപ്പോ നീയാണോ ആ വീഡിയോ എടുത്തത്? അതെ. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതാ. നിന്നെ എന്റെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചതാ. ഈവൻ നീയും ഞാനും തമ്മിലുള്ള ഇന്റിമേറ്റ് സീൻ വരെ ഞാൻ ആലോചിച്ചു കൂട്ടിയതാ. കാർത്തിക്, താൻ എന്തുവാണ് ഈ പറയുന്നത്? പക്ഷെ എന്ത് ചെയ്യാൻ? നീ ആയിട്ട് പോയിട്ട് തല വെച്ചില്ലേ? ഞാനിവിടെ നല്ല രീതിയിൽ എന്റെ കച്ചവടം നടത്തി കൊണ്ടുപോയിരുന്നില്ലേ? നിന്നോട് ആരെ പോയി വീഡിയോ എടുത്ത് എന്റെ പിള്ളേരെ ജയിലിലാക്കാൻ പറഞ്ഞത്? കാർത്തിക്, താനാണോ അവരുടെ ലീഡർ? യെസ്, എക്സാക്ട്ലി, ഞാൻ തന്നെയാണ്. പക്ഷേ നീ ഈ ചതിക്കുഴിയിൽ പെട്ടല്ലോ മോളെ. എന്തായാലും നിന്നെ ഞാൻ എന്റെ പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാം. അതായിരിക്കും ഇപ്പോ നല്ലത്. ഞാൻ ആസ്വദിക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോ നിന്നെ എനിക്ക് വേണ്ട. നീ വൃത്തിയായിട്ടവളായി. കാർത്തിക്, അവിടെ നിൽക്കൂ. എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. നീ ആരണ്ടി?
ഒരു സാധാരണക്കാരൻ ഒരു മാഷിന്റെയും ടീച്ചറുടെയും മോള്. അതിനേക്കാൾ വലിയ ഭാവിയൊന്നും നിനക്ക് ഞാൻ കാണുന്നില്ല. എന്തായാലും നീ എന്റെ പിള്ളേരുടെ കൈ കൊണ്ട് എന്നെ ചാവാൻ പോകുന്നെ. കാർത്തിക് വേണ്ട. പിള്ളേരെ അവളെ പിടിച്ച് ആ ട്രക്കിലേക്ക് ഇട്. കുറച്ച് പെൺപിള്ളേരെ പറഞ്ഞയക്കുന്നില്ലേ, അതിൽ അവളെയും വിട്ടോ. ഓക്കെ ബോസ്. എന്നെ വിട്. നീ എന്നെ എന്തെങ്കിലും ചെയ്താ അതിനുള്ളതൊക്കെ നീ അനുഭവിക്കും. എങ്ങനെ അനുഭവിക്കാനാ? നിനക്കറിയില്ല, എനിക്കുണ്ടോ ഒരു ചെക്കൻ, അവൻ ചോദിച്ചു വരും. അവൻ എങ്ങനെ ചോദിച്ചു തന്നാ നിന്റെ അന്ത്യമായിരിക്കും അന്ത്യം. കാണാം. വിടട പട്ടികളെന്നെ. അവളെ കൊണ്ടുപോവാൻ നോക്കടാ. ഓക്കെ ബോസ്, വാടിവിടെ. മനു 8 മണി ആയല്ലോടാ, മീര വന്നില്ലല്ലോ ഇത്ര നേരമായിട്ടും. ഇത്ര നേരമൊന്നും അവള് വർക്ക് ചെയ്യാറില്ലല്ലോ. അമ്മ വിളിച്ചു നോക്കിയ അവളെ? ഞാൻ കുറെ നേരം വിളിച്ചു, എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത്. വെയിറ്റ് അമ്മ, ഞാൻ വരാം. ക്രിസ്റ്റി. ഹലോ സാർ, പറ. എടോ, മീരയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ സാർ. ഭാഗ്യം അന്നാ ചിപ്പ് അവൾക്ക് കൊടുക്കാൻ തോന്നിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ ലൊക്കേഷൻ കൂടി കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. സാറേ. പറയടോ. സാറേ, ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തോ വണ്ടിയിലാണ്. എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞേ? ഞാനത് ഫോർവേഡ് ചെയ്യാം സാറേ. സാറ് നോക്കിയിട്ട്. ഓക്കെ ശരിടോ. ശരി സാറേ. ഹലോ സാർ, അക്ബർ. എന്റെ ലൊക്കേഷൻ കിട്ടിയോ? യെസ് സാർ, ട്രേസിംഗ് ആണ്. അരമണിക്കൂർ കഴിഞ്ഞ് എന്റെ വണ്ടി എവിടെ നിൽക്കുന്നു അവിടെ നിങ്ങൾ എത്തണം. ഓക്കെ സാർ. ഹലോ ബോസ്, നമ്മുടെ വണ്ടി ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷോർട്ട് കട്ട് കയറിയില്ലേ? ആ വഴി തന്നെ അയാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോവാ, ഞാൻ അവിടെ കാണും. ഓക്കെ ബോസ്. സിംഹത്തിന്റെ മടയിലേക്കാണല്ലോ മോനെ വണ്ടി ഓടിച്ച് കയറി വന്നത്. എന്തു വേണം? ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് നീ ഏതാ? പോലീസ്, FBI സ്പെഷ്യൽ ഏജന്റ് മാധവ്. ലുക്ക് മിസ്റ്റർ മാധവ്, താൻ സിംഹത്തെ പിടിക്കാൻ വരുമ്പോ ഒറ്റയ്ക്ക് വരാൻ പാടില്ലെന്നറിയില്ലേ? ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ്. കോൺഫിഡന്റ്, പക്ക കോൺഫിഡന്റ്. സിംഹം ഭരിക്കുന്ന കാട്ടില് മനുഷ്യന് വിലയില്ലടോ. ഇറങ്ങി പോവാൻ നോക്ക്. ഹു ടോൾഡ് യു? ഞങ്ങൾ മനുഷ്യന്മാരനങ്ങാണ്ടിരിക്കുന്നത് കൊണ്ടാ നിങ്ങളെപ്പോലുള്ള സിംഹങ്ങൾ ഇത്രയും ജീവിച്ചു പോകുന്നത്. ഞങ്ങളൊന്ന് ആവേശത്തോടുകൂടി ഇറങ്ങിയ നിന്റെയൊക്കെ അന്ത്യം കാണാണ്ട് തിരിച്ചു മടങ്ങില്ല. ഞാൻ വരയ്ക്കുന്ന വരയിലൂടെ മാത്രമേ നീയൊക്കെ നടക്കുള്ളൂ. അവനെ തീർത്തേക്ക്. ഇനി അവന്റെ വായനങ്ങരുത്. കാട്ടിലെ രാജാവ് അത് നീ സിംഹം തന്നെയാണെന്ന് തെളിയിച്ചു കൊടുക്ക്. ഇറങ്ങ, എല്ലാവരും ഇറങ്ങ, ഓട്, പുറത്തേക്ക് പോച്ചല്ലേ. സിംഹമേ, നിലംപൊത്തിയല്ലോ. ഇപ്പൊ ആരാ ജയിച്ചത്? മനുഷ്യനല്ലേ? സർ, അറസ്റ്റ് ദം ഓൾ ആൻഡ് പുറത്തേക്ക് ഓടി വന്ന പെൺകുട്ടികളെല്ലാം സേഫായിട്ട് വീട്ടിലെത്തിക്കണം. മാത്രമല്ല സാറിനോട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ഏൽപ്പിക്കണം. ഇവനാണ് ഇതിന് പിന്നിൽ എന്ന് എല്ലാവരുടെയും അടിച്ചു വിടണം, കേട്ടല്ലോ? ഓക്കെ സാർ. മീര. മനു, ഹേയ് മീര, കണ്ണൂർക്ക്. എനിക്ക് വേണേ. മനു, മീരമോൾക്ക് എന്താണ് പറ്റിയത്? ഈശ്വരൻ, എനിക്ക് പേടിയാവുന്നു. അമ്മ പേടിക്കണ്ട, ഒന്നുമില്ല. അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അതാ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ആരുടെ കയ്യിൽ വെട്ടതാ. ഈശ്വര, എന്നിട്ട്? ഞാൻ രക്ഷിച്ചമ്മ, പേടിക്കാനൊന്നുമില്ല. അവള് പേടിച്ചിട്ടാന്ന് തല ഇറങ്ങി വീണു. ഈശ്വരന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ? എക്സ്ക്യൂസ് മീ. ഡോക്ടർ, എങ്ങനെയുണ്ട് അവൾക്ക്? ഹു ഈസ് യുവർ ഹസ്ബൻഡ്? ഹസ്ബൻഡ്? What happened? Congratulations. She is 2 weeks pregnant.
2 weeks pregnant? ആരാ? എടാ ആരെന്റെ മോളെ? അമ്മ എന്താ? അത് പിന്നെ എന്നോടൊന്ന് ക്ഷമിക്കണം. എന്തിന്? എടാ എന്തു വേണ്ട തപ്പിക്ക് പിടിക്കാണ്ട് കാര്യം പറ. അതിനച്ഛ അമ്മ ഞാനും മീരയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? ഞങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണ്, ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്. ആൻഡ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ഇടയിൽ അതെല്ലാം കഴിഞ്ഞു. എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ഞങ്ങളുടെയാ. അച്ഛാ അമ്മേ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചു ഒറ്റ മോളാണ്, പൊന്നോനെ നോക്കണേടാ. തീർച്ചയായും അച്ഛാ, എൻ്റെ 2 കണ്ണുകൾ പോലെ ഞാൻ രണ്ടുപേരും നോക്കിക്കോളാം. അത് കേട്ടാ മതി. അപ്പൊ ബേബി, ഹാപ്പി മാരീഡ് ലൈഫ്. You too, happy married life.